present power. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്പർ സീരീസ് അഥവാ ശ്രേണികളുടെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രേണികളുടെ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ആ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് രണ്ടാം ഭാഗമായ നമ്പർ സീരീസിലേക്ക് കടക്കാം. സോ നമ്മുടെ സെക്ഷൻ നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2, 2, 4, 12, 48, 240, 240 കഴിഞ്ഞിട്ട് ഏത് നമ്പർ ആണ് വരുന്നത്? ഓക്കെ, അപ്പം ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1240, ഓപ്ഷൻ ബി 1440, 580 ആൻഡ് 680. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഗ്രാജുവൽ ആയിട്ടൊരു ഇൻക്രീസ് ആണ് കാണുന്നത് അല്ലെ. 2 കഴിഞ്ഞ് വീണ്ടും ഒരു 2, then comes 4, then comes 12, പിന്നെ ഒരു 48, then 240. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസ് ആണ്. അപ്പൊ നമ്മള് ഈ ഒരു പാറ്റേൺ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷന്റെ ഒരു മെത്തേഡ് ആണ് ഓർമ്മ വരേണ്ടത്. ഓക്കെ, 2, 2, 4, 12, 48, 240. അപ്പം ഇതൊരു 2 കൊണ്ട് നമ്മൾ എന്തിനെയോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്താ കിട്ടേണ്ടത്? 2 തന്നെയാണ് കിട്ടേണ്ടത്. അപ്പം ഏത് നമ്പർ ആയിരിക്കും? 2 into 1 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നമ്പർ 2 into ഏതോ ഒരു നമ്പർ ഈക്വൽ ടു 4. 2 into ഡാഷ് ചെയ്യുമ്പോൾ 4 കിട്ടണം. എന്തുവാണ്? 2 into 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും അല്ലെ. ഇനി എന്താണ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? 4 into ഡാഷ് is equal to എന്താ കിട്ടുന്നത്? 12 ആണ് കിട്ടേണ്ടത്. 4 into 3 എന്ന് പറയുന്നത് എന്താ? 12 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു 3 സെറ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു റേഞ്ച് നോക്കിക്കേ, എങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്നത്? 1 into 1 into 2 into 3. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? into 4 into 5 into 6. ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ഈ സീരീസ് പോകുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. 4 into 3 is equal to 12. ഇനി എന്താ കിട്ടേണ്ടത്? 48. 12 into 4 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 48 കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഈ പാറ്റേൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ. അപ്പൊ നമുക്ക് ഇനി എന്താ? 48 into 5 ചെയ്യുമ്പോൾ 240 കിട്ടും. 48 into 5 ചെയ്യുമ്പോൾ നമുക്ക് 240 കിട്ടും. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്പർ എന്താ? 240 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 240 into 6 ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ, അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ എന്താണ്? 240 into 6 ചെയ്യുമ്പോൾ 6 4s are 24, 2 carry, 6 2s are 12 plus 2 എന്ന് പറയുന്നത് 1440 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1440 ആണ് നമ്മുടെ ഈ പാറ്റേണിൽ വരുന്ന ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 433, 447, 462, then next number, then 495 and 513. ഈ ഒരു സീരീസ് നമ്മൾ നോക്കിയാൽ ഇതിന്റെ ചെറിയ ഒരു ഇൻക്രീസ് ആണല്ലേ. ഓരോ നമ്പേഴ്സിനും വന്നേക്കുന്നത് ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ ഇൻക്രീസ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ 433ഉം 447ഉം നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്യാം. സെക്കൻഡ് നമ്പർ എന്താ? 447ൽ നിന്ന് 433 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 40 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 462ൽ നിന്ന് 447 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും എന്ന് നോക്കാം. അപ്പം എന്താ വരുന്ന? 15. അപ്പോ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 14, 15, അപ്പൊ അടുത്തത് 16 ആയിരിക്കണം അല്ലെ. നെക്സ്റ്റ് നമ്പർ എന്താ? 16. അപ്പൊ ഈ ഇവിടുത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ നമ്പറിന്റെ കൂടെ ഈ 16 ഈ ഡിഫറൻസിനെ നമ്മൾ കൂട്ടുക. അതെന്താണ്? 462ന്റെ കൂടെ 16 കൂട്ടിയാൽ എത്ര കിട്ടും? 478 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ 465 ആണോ എന്ന് നമ്മൾ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്? ഈ 470 നമ്മുടെ നമ്പർ എന്താ കിട്ടും? ബ്ലാങ്ക് സ്പേസിലെ നമ്പർ 478 ആണ് നമുക്ക് കിട്ടിയ നമ്പർ. അപ്പോ അതിന്റെ കൂടെ നെക്സ്റ്റ് ഡിഫറൻസ് എന്താ വരുന്നത്? 17 ആയിരിക്കും നെക്സ്റ്റ് ഡിഫറൻസ്. കാരണം എന്താ? 14, 15, 16, 17 എന്നുള്ള ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 17 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 495 ആണ്. നമ്മൾ 478ന്റെ കൂടെ 17 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 495 അതല്ലേ നെക്സ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 478 എന്ന് പറയുന്നതാണ് ഈ സീരീസിന്റെ മിസ്സിംഗ് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 433, 447, 462, then in next number
then 495 and 513. ഈ ഒരു സീരീസ് നമ്മൾ നോക്കിയാൽ ഇതിന്റെ ചെറിയ ഒരു ഇൻക്രീസ് ആണ് അല്ലേ, ഓരോ നമ്പേഴ്സിനും വന്നേക്കുന്നത് ചെറിയ ചെറിയ നമ്പേഴ്സിന്റെ ഇൻക്രീസ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ 433ഉം 447ഉം നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ചെയ്യാം. സെക്കൻഡ് നമ്പർ എന്താ 447ൽ നിന്ന് 433 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 40 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 462ൽ നിന്ന് 447 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും എന്ന് നോക്കാം. അപ്പം എന്താ വരുന്ന 15. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 14, 15, അപ്പൊ അടുത്തത് 16 ആയിരിക്കണം അല്ലെ. നെക്സ്റ്റ് നമ്പർ എന്താ 16. അപ്പോൾ ഈ ഇവിടുത്തെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ നമ്പറിന്റെ കൂടെ ഈ 16 ഈ ഡിഫറൻസിനെ നമ്മൾ കൂട്ടുക. അതെന്താണ്? 462ന്റെ കൂടെ 16 കൂട്ടിയാൽ എത്ര കിട്ടും? 478 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ് നമ്പർ 465 ആണോ എന്ന് നമ്മൾ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്? ഈ 470 നമ്മുടെ നമ്പർ എന്തായിരുന്നു? ബ്ലാങ്ക് സ്പേസിലെ നമ്പർ 478 ആണ് നമുക്ക് കിട്ടിയ നമ്പർ. അപ്പോ അതിന്റെ കൂടെ നെക്സ്റ്റ് ഡിഫറൻസ് എന്താ വരുന്നത്? 17 ആയിരിക്കും നെക്സ്റ്റ് ഡിഫറൻസ്. കാരണം എന്താ 14, 15, 16, 17 എന്നുള്ള ഒരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 17 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 495 ആണ്. നമ്മൾ 478ന്റെ കൂടെ 17 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 495 അതല്ലേ നെക്സ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 478 എന്ന് പറയുന്നതാണ് ഈ സീരീസിന്റെ മിസ്സിംഗ് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1, 2, 10, 37, 101 and the next number. അപ്പോ ഈ സീരീസ് നോക്കിയേ 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 10, 10 കഴിഞ്ഞ് 37, 37 കഴിഞ്ഞുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു ബിഗ് നമ്പർ 101 ആണ്. അപ്പോ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒന്നെങ്കിൽ സ്ക്വയേഴ്സ് ആയിരിക്കും, സ്ക്വയറിന്റെ എന്തെങ്കിലും മൾട്ടിപ്ലൈയോ അല്ലെങ്കിൽ അഡീഷനോ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂബ്സ് വെച്ചിട്ടായിരിക്കും അഡീഷൻ നടന്നിട്ടുണ്ടാവുക. കാരണം ഇവിടുത്തെ ഈ നമ്പർ എന്ന് പറയുന്നത് 37 കഴിഞ്ഞ് വന്ന നമ്പർ എന്താ? 101 ആണ്. അതൊരു ബിഗ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ക്യൂബ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം ആദ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്ത് നോക്കാം ആദ്യം. ഓക്കെ, ഇപ്പൊ 2 minus 1 is 1, then 10 minus 2 is 8, 37 minus 10 എന്ന് പറയുന്നത് എന്താ? 27, then 101 minus 37 എന്ന് പറയുന്നത് 64 വരും ഡിഫറൻസ് എടുക്കുമ്പോൾ. അപ്പൊ ഇത് നോക്കിക്കേ, 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 2 ക്യൂബ് is 8, 3 ക്യൂബ് is 27, 4 ക്യൂബ് 64, 5 ക്യൂബ്. അപ്പം നമുക്ക് കിട്ടിയതെല്ലാം എന്താ? ക്യൂബ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഡിഫറൻസ് പോയേക്കുന്നത്. 1, 8, 27, 64. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 125 ആയിരിക്കും. കാരണം 5 ക്യൂബ് എന്ന് പറയുന്നത് 125. 5 ക്യൂബ് എങ്ങനെയെന്ന് പറഞ്ഞാൽ 5 into 5 into 5 ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതാണ് 5 ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 125 ആണ്. അപ്പൊ 101ന്റെ കൂടെ 125 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മിസ്സിംഗ് നമ്പർ എന്താണെന്നുള്ളത് കിട്ടും. അപ്പൊ എന്താണ്? 5 plus 1 is 6, 0 plus 2 2. ഓക്കെ, അപ്പൊ എന്താ നമ്മുടെ ആൻസർ? 226 ആണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ, ഓപ്ഷൻ ഡി. അപ്പൊ എന്താണ് നമ്മൾ അത് ഇൻക്രീസിംഗിന്റെ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ഡ്രാസ്റ്റിക് ഇൻക്രീസ് ആണ് അല്ലെ, പെട്ടെന്നൊരു 37 കഴിഞ്ഞ് 101 ആണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർസ് ആൻഡ് ക്യൂബ്സിന്റെ റേഞ്ചിൽ നോക്കാൻ പോയത്. അപ്പൊ നമുക്ക് മിസ്സിംഗ് ടേമിന്റെ ഡിഫറൻസ് വരുന്നത് 5 ക്യൂബ് ആയിരുന്നു. 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഈ ആൻസർ കിട്ടാനായിട്ട് തൊട്ടടുത്ത നമ്പർ പ്ലസ് ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 215, 216, 208, 235, 171 and the next number. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 കൂടി, പിന്നെന്താ ഒരു 8 കുറഞ്ഞു, കൂടി കുറഞ്ഞു എന്നാണ് വന്നേക്കുന്നത് അല്ലെ. എന്താണ്? 215 കഴിഞ്ഞിട്ട് 216 ആണ്, പിന്നെന്താ 208. അപ്പൊ അവിടെ നമ്പറിന്റെ വാല്യൂ എന്താ? കുറയുക ചെയ്തത്. ഇവിടെ കൂടി, ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടി, ഇവിടെ കുറഞ്ഞു അല്ലെ. അപ്പം ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ കോമ്പിനേഷൻസിന്റെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? കൂടിയും കുറഞ്ഞു ആണെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കാണും, ഇവിടെ മൈനസ് ചെയ്ത് കാണും, ഇവിടെ ആഡ് ചെയ്ത് കാണും, ഇവിടെ ഒരു സബ്ട്രാക്ഷൻ വന്നു കാണും. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്താ? എന്താണെങ്കിലും ഒരു അഡീഷൻ ആയിരിക്കും. അപ്പം
ഈ 171-നേക്കാളും വലിയൊരു നമ്പർ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ നമ്പർ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ നമ്പർ 215 and 216. ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ ഡിഫറൻസ്? 1. ഡിഫറൻസ് എങ്ങനെയാണ്? സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ. ഇനി തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ചെയ്യുമ്പോൾ ഒരു -8 ആണ്. കാരണം എന്താണ്? തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ ആണ് ചെയ്യുന്നത്. അപ്പം 208-ൽ നിന്ന് 216 കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. -8 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ എന്താണ്? ഇനി എന്താണ്? നമുക്ക് ഫോർത്ത് നമ്പർ മൈനസ് തേർഡ് നമ്പർ എന്താണെന്ന് ചെയ്ത് നോക്കാം. ഫോർത്ത് നമ്പർ മൈനസ് അപ്പം എന്താണ്? പ്ലസ് ആണ്, വലിയ നമ്പർ ആണ് അല്ലെ? 235 മൈനസ് 208. 235 മൈനസ് 208 ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. 27 അത് പോസിറ്റീവ് ആണ്. കാരണം എന്താ? പോസിറ്റീവ് നമ്പർ ആണ് ഗ്രേറ്റർ, അതുകൊണ്ട് പോസിറ്റീവ് സൈൻ ആണ്. ഇനി നമുക്ക് വരുന്നത് മൈനസ് ആണ്. കാരണം എന്താണ്? 171 മൈനസ് 235 വരും. 171 മൈനസ് 235 നെഗറ്റീവ് നമ്പർ വരുന്നത് കാരണം നെഗറ്റീവ് സൈൻ കിട്ടും. എന്താ വരുന്നത്? 64 ആണ്. ഇതിന്റെ ഡിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 64 ആണ്. അപ്പൊ നമ്മുടെ ഈ പാറ്റേൺ നോക്കുമ്പോൾ എന്താ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് പ്ലസ് ആണ്. പ്ലസ് എന്ത്? ഇതെന്താണ്? 1 ക്യൂബ് ആണ്. 2 ക്യൂബ് is 8, 3 ക്യൂബ് is 27, 4 ക്യൂബ് is 64. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ക്യൂബ് ആണ് അല്ലെ? 5 ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 125 ആണ്. 5 ക്യൂബ് എന്ന് പറയുന്നത് 125. അപ്പൊ 171-ന്റെ കൂടെ 5 ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 692. അപ്പൊ എന്താണ് ആൻസർ? 296 ആണ് നമ്മുടെ ഈ സീരീസിലെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. 296 is ഓപ്ഷൻ സി. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, 296 ആണ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്പർ സീരീസ് എന്ന് പറയുന്ന സെക്ഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ പോർഷൻ ഇഷ്ടം അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.